മന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA വിഭവ് കുമാർ അറസ്റ്റിൽ. ആം ആദ്മി പാർട്ടി രാജ്യസഭാംഗം സ്വാതി മലിവാളിന്റെ പരാതിയിലാണ് അറസ്റ്റ്. ER രാഗേഷ് ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. രാജേഷ്, അറസ്റ്റ് പ്രതീക്ഷിച്ചതാണ്. എപ്പോഴായിരുന്നു അറസ്റ്റ് ഉണ്ടായത്? എവിടെ നിന്നാണ് വിഭവിനെ അറസ്റ്റ് ചെയ്തത്? അഭിലാഷ്, ഈ അറസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഈ അറസ്റ്റ് വിഭവിനെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 12 കൂടിയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കെജ്രിവാളിൻ്റെ വസതിയിൽ നിന്നാണ് അറസ്റ്റ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും സ്വാതി മാലിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ തന്നെ രാജ്യസഭാംഗമായ സ്വാതി മാലിവാളിൻ്റെ പരാതിയിലാണ് ഇപ്പോൾ ഏതായാലും നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് വിഭവ് കുമാർ തന്നെ മർദ്ദിച്ചു, നടുവയറ്റിൽ ചവിട്ടിയടക്കമുള്ള ആരോപണങ്ങളാണ് സ്വാതി മാലിവാൾ ഉയർത്തിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വിഭവനായി ചില നീക്കം പോലീസ് നടത്തിയെങ്കിലും കണ്ടെത്തിയിരുന്നില്ല. പ്രത്യേകിച്ച് പഞ്ചാബിലേക്ക് കടന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കാരണം ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. പക്ഷേ പഞ്ചാബിൽ നിന്നല്ല, ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് തന്നെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ഘട്ടത്തിലും വിഭവ് കുമാറിനൊപ്പം നിൽക്കുകയാണ് ആം ആദ്മി പാർട്ടി. ഈ അറസ്റ്റിന് തൊട്ട് മുമ്പ് ഒരു CCTV ദൃശ്യങ്ങൾ കൂടി ആം ആദ്മി പാർട്ടി അവരുടെ X ഹാൻഡിലിൽ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് സുരക്ഷാ ജീവനക്കാർക്കൊപ്പം കെജ്രിവാളിൻ്റെ വസതിയിൽ നിന്ന് പുറത്തു വരുന്ന വീഡിയോയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സ്വാതി മാലിവാൾ പറയുന്ന കാര്യത്തിലെ സത്യം എന്ത് എന്ന് ഈ ദൃശ്യങ്ങളിലൂടെ പുറത്തു വരുമെന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി വിശദീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതായത് ഈ വിഷയം ഉണ്ടായതിനു ശേഷമുള്ള രണ്ടാമത്തെ വീഡിയോയാണ് ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന്, കെജ്രിവാളിൻ്റെ ഈ സംഭവം നടന്നു എന്ന് പറയുന്ന ഹാളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. അതിൽ സുരക്ഷാ ജീവനക്കാരോട് സ്വാതി മാലിവാൾ സംസാരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ നൽകുന്ന ദൃശ്യങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്കൊപ്പം പുറത്തേക്ക് വരുന്നതാണ്. അവിടെ ഒന്നും തന്നെ ബലപ്രയോഗത്തിൻ്റെ ലക്ഷണങ്ങളില്ല. അതുകൊണ്ട് തന്നെയാണ് സത്യമെന്ത് എന്ന് പുറത്തു വരുമെന്ന് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കുന്നത്. പക്ഷേ സ്വാതി മാലിവാൾ ഈ ആരോപണങ്ങൾ തള്ളുന്നുണ്ട്. അതായത് CCTV ടാമ്പറിംഗ് നടന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ പ്രതികരണം സ്വാതി മാലിവാളിന്റെ ഭാഗത്ത് നിന്ന് എത്തിയിട്ടുണ്ട്. ഏതായാലും ആം ആദ്മി പാർട്ടി ഇതിലിപ്പോൾ വിഭവ് സ്വാതിക്കെതിരെയും ഒരു പരാതി നൽകിയ പശ്ചാത്തലമുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറി അവിടെ അക്രമ സംഭവങ്ങൾക്ക് ശ്രമിച്ചു എന്നതുൾപ്പെടെ ഉള്ള പരാതിയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ആ പരാതിയോട് ചേർന്ന് നിൽക്കുന്നു AAP. അതാണ് ശരിയായ ഒന്ന് എന്നതാണോ AAPയുടെ നിലപാട്? അഭിലാഷ്, ആദ്യഘട്ടത്തിൽ സഞ്ജയ് സിംഗ് ഈ ഒരു ആദ്യഘട്ടത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് തന്നെ പറയാൻ ആം ആദ്മി പാർട്ടി തയ്യാറായിരുന്നില്ല. പിന്നീട് സഞ്ജയ് സിംഗ് ഇത്തരത്തിൽ പെരുമാറ്റം ശരിയായില്ല നടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ടായെങ്കിൽ പോലും പിന്നീട് ആം ആദ്മി പാർട്ടി ഈ വിഷയത്തിൽ വിഭവ് കുമാറിനൊപ്പം നിൽക്കുകയാണ് ചെയ്തത്. അതിൽ ആം ആദ്മി പാർട്ടി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം BJPയുടെ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്നാണ് ആരോപിക്കുന്നത്. കാരണം ഇന്നലെ ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായ മന്ത്രിയായ അതിഷി മെർലാനെ തന്നെ വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം പറയുകയും ചെയ്തു. അതിഷിക്ക് പിന്നിലുള്ളത് BJP ആണെന്ന് പറഞ്ഞു. കാരണം തെരഞ്ഞെടുപ്പാണ് ഡൽഹിയിൽ. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇനി ഒരാഴ്ച മാത്രമാണ് സമയം ബാക്കിയുള്ളത്. പ്രത്യേകിച്ച് കോൺഗ്രസിനൊപ്പം ചേർന്ന് ഇന്ത്യ സഖ്യമായി അവിടെ മത്സരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു ആരോപണം വരുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് ആം ആദ്മി പാർട്ടി സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടി വിഭവിനൊപ്പം നിൽക്കുന്നതും തുടർച്ചയായി ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്യുന്നത്. ഈ ദൃശ്യങ്ങളിലൊന്നും തന്നെ ബലപ്രയോഗത്തിന് ലക്ഷണങ്ങളില്ല. പക്ഷേ ഏതായാലും ഡൽഹി പോലീസ് കടുത്ത നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമാണ് കേസെടുത്തത്. സ്ത്രീകൾക്കെതിരായ അതിക്രമം വിവിധ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വിഭവിനെതിരെ കേസെടുത്തെങ്കിൽ ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കൂടി പോലീസ് കടന്നിരിക്കുകയാണ്. മറ്റ് നടപടികൾ സൂചിപ്പിച്ചതുപോലെ അറസ്റ്റ് പ്രതീക്ഷിച്ചതാണ് എങ്കിൽ പോലും വിശദമായ ചോദ്യം ചെയ്യൽ, അതോടൊപ്പം തന്നെ കോടതിയിൽ ഹാജരാക്കൽ, അത്തരം എന്താണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അഭിലാഷ്, അത്തരമൊരു പ്രതികരണങ്ങളേക്ക് ഏതായാലും ഈ ഘട്ടത്തിൽ പോലീസ് കടന്നിട്ടില്ല. ഏതായാലും 12 കൂടിയാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അത് കേജ്രിവാളിന്റെ വസതിയിൽ നിന്ന് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിൽ കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളിലേക്കടക്കം പോലീസ് കടക്കും. മാത്രമല്ല, ഇയാളെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നൊരു നിലപാടിൽ തന്നെയായിരിക്കും പോലീസ് ഉണ്ടാവുക. ഏതായാലും അടുത്ത മണിക്കൂറുകളിൽ ആ ഘട്ടത്തിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. അപ്പോൾ തന്നെ ആം ആദ്മി പാർട്ടി ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയേണ്ട വിഷയമാണ്. ഇപ്പോൾ അതിഷി മെർലാനെ മാത്രമല്ല മറ്റ് മുതിർന്ന നേതാക്കളും ഒന്നടങ്കം ഈ നടപടിയെ തള്ളിക്കൊണ്ട് അല്ലെങ്കിൽ സ്വാതി മാലിവാളിന്റെ നടപടിയെ തള്ളിക്കൊണ്ട് സ്വാതി മാലിവാൾ
BJPക്ക് വേണ്ടി ചില നീക്കങ്ങൾ നടത്തുമെന്ന പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് സൗരവ് ഭരദ്വാജാണ്. അതിഷി മർലാന നടത്തിയത് പോലെയുള്ള പ്രതികരണം ഇപ്പോൾ സൗരവ് ഭരദ്വാജൻ നടത്തിയിരിക്കുന്നു. ഒപ്പം CCTV ദൃശ്യങ്ങളിലൊന്നും തന്നെ സ്വാതി മലിവാൾ ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു എന്ന് കൂടി ഇപ്പോൾ സൗരവ് ഭരദ്വാജ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിലാഷ്, അല്പസമയം മുമ്പ് അഡ്വക്കേറ്റ് കരൺ ശർമ്മ വിഭവിന്റെ അഭിഭാഷകനാണ്. ആ പ്രതികരണവും വരുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വിവരങ്ങൾ പോലീസിൽ നിന്ന് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഞങ്ങൾ ഇമെയിൽ വഴി പോലീസിനെ അറിയിച്ചിരുന്നു, ഏതൊരു തരത്തിലുള്ള അന്വേഷണവുമായി സഹകരിക്കുമെന്നും അതോടൊപ്പം ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സഹകരിക്കുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഈ അറസ്റ്റിന് ശേഷം ഉള്ള നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടും ഒരു തരത്തിലുമുള്ള പ്രതികരണങ്ങളും ലഭിക്കുന്നില്ല എന്നാണ് അഭിഭാഷകനായ കരൺ ശർമ്മയും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക്. സോളാർ സമരം പിൻവലിച്ചതിന് പിന്നിൽ നടന്ന ഒത്തുതീർപ്പ് എന്ത്? മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ ആരോപണത്തിൽ CPIM-ന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വങ്ങൾ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. ഇതിനിടെ TP കേസിനെ മുൻനിർത്തിയാണോ സോളാർ ഒത്തുതീർപ്പ് എന്ന് കോൺഗ്രസ് വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് KK രമ രംഗത്ത് എത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത് നിഷേധിച്ചുവെങ്കിലും സമരം തീർന്നത് സംബന്ധിച്ച് CPIM വിശദീകരിക്കട്ടെ എന്ന നിലപാടിലാണ്. ഇടതുമുന്നണിയുടെ ദൂതനായി എന്ന ആരോപണം NK പ്രേമചന്ദ്രനും നിഷേധിച്ചു. സോളാർ സമരം തീർക്കാൻ താൻ ഇടനിലക്കാരനായി നിന്നുവെന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ ആരോപണം വന്ന് 2ാം ദിവസമാകുമ്പോഴും അതിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായി അറിയാമെന്ന് കരുതുന്ന രാഷ്ട്രീയ നേതൃത്വത്തിലെ പ്രധാനികളൊക്കെ ജോൺ മുണ്ടക്കയത്തെ തള്ളിപ്പറയുകയാണ്. ഇന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്നലെ പറഞ്ഞ നിലപാട് ആവർത്തിച്ചു. ജോൺ മുണ്ടക്കയം പറഞ്ഞത് ശരിയല്ല, അത്തരത്തിൽ ഒരു മാധ്യമപ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു നീക്കവും നടന്നിട്ടില്ല. എന്നാൽ എന്തുകൊണ്ട് ഇത്തരമൊരു ഒത്തുതീർപ്പ് CPM തയ്യാറായെന്ന് പറയേണ്ടത് അതിന്റെ നേതാക്കൾ തന്നെയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിനെ വെളിപ്പെടുത്തൽ നടത്തണം. എന്തുകൊണ്ട് ഇത്തരമൊരു ഒത്തുതീർപ്പിന് തയ്യാറായെന്ന് വെളിപ്പെടുത്തേണ്ടത് CPM നേതൃത്വം തന്നെയെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്നും പറഞ്ഞു. ചെറിയാൻ ഫിലിപ്പിന്റെ ഫോണിൽ നിന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ? അവിടെ ഇരിക്കുന്ന അദ്ദേഹം എന്നോട് സംസാരിച്ചു എന്ന് തന്നെയല്ലേ? പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്താണ് അതിൻ്റെ കണ്ടൻസ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? കണ്ടൻസ് ഈ സംസാരത്തിന് മുമ്പ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അവർ ചാർട്ടർ ഓഫ് ഡിമാൻഡ് തന്നിരുന്നു. ഇടതുമുന്നണിക്ക് വേണ്ടി ചർച്ചകളിൽ UDF നേതാക്കളുമായുള്ള ചർച്ചകളിൽ പങ്കെടുത്തു എന്ന് ജോൺ മുണ്ടക്കയം അവകാശപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ടയാൾ NK പ്രേമേന്ദ്രനാണ്. അന്ന് ഇടതുമുന്നണിയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നായിരുന്നു NK പ്രേമേന്ദ്രൻ. ഇന്ന് അദ്ദേഹം ജോൺ മുണ്ടക്കയത്തിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അത്തരത്തിൽ ഒരു ഇടനിലയും താൻ നിന്നിട്ടില്ല. താൻ ഈ സമരം തീർന്നുവെന്ന വിവരം അറിഞ്ഞതു തന്നെ AICസിനൊപ്പം, അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, RSPയുടെ സംസ്ഥാന സെക്രട്ടറി AICസിനൊപ്പം സെക്രട്ടേറിയറ്റ് മുന്നിലെ സമരവേദിയിൽ നിന്ന് AK സെന്ററിലേക്ക് ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു. അവിടെ എത്തുമ്പോൾ തന്നെ ഈ ഏകദേശ തീരുമാനങ്ങൾ, സമരം അവസാനിപ്പിക്കുന്ന തീരുമാനങ്ങൾ യോഗത്തിൽ എടുത്തു കഴിഞ്ഞ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാർത്താ സമ്മേളനം കാണാൻ അവിടെ LDF നേതാക്കൾ TVക്ക് മുന്നിൽ ഇരിക്കുമ്പോഴാണ് താൻ അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒട്ടും ശരിയല്ല, പൂർണ്ണമായും തെറ്റെന്ന് NK പ്രേമേന്ദ്രനും പറഞ്ഞു. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട ഒരു ഡീലും നടന്നതായി എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഡീൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ ഗൌരവമുള്ള സംഭവമാണെന്നും NK പ്രേമേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ഇടതു ജനാധിപത്യ മുന്നണിയുടെ യോഗം അങ്ങനെ എന്നെ ചുമതലപ്പെടുത്തുകയോ ഏതെങ്കിലും തരത്തിലുള്ള UDF നേതൃത്വവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരിടപെടൽ നടത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അന്ന് ആ സമരം അവസാനിക്കുന്നു എന്ന് ഞാൻ അറിയുന്നത് തന്നെ സെക്രട്ടേറിയറ്റ് നടയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ്. മുഖ്യമന്ത്രിയുടെ രാജിയില്ലാതെ ഒരു തരത്തിലും ഈ സമരം പിൻവലിക്കില്ല എന്ന് വളരെ ആവേശത്തോടെ തീവ്രമായ വികാരത്തോടുകൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് അന്ന് പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള അസീസേട്ടന്റെ നിർദ്ദേശപ്രകാരം എനിക്ക് കുറിപ്പ് ലഭിക്കുന്നത്. പാർട്ടി ഓഫീസിൽ നിന്ന് വന്ന് അടിയന്തരമായി AKG സെന്ററിലേക്ക് ചെല്ലാൻ നിർദ്ദേശിച്ചു. ഏതായാലും വിവാദവും അവകാശവാദവും ഒക്കെ 2ാം ദിനം കടന്നു പോകുമ്പോഴും ഇതിനൊരു സ്ഥിരീകരണം നൽകാൻ എന്തെങ്കിലും ഒരു ഡീൽ ഉണ്ടായോ എന്ന കാര്യം വെളിപ്പെടുത്താൻ ആരും തയ്യാറായിട്ടില്ല. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശം വന്നത് KK രമയുടെ RMP നേതാവ് KK രമയുടേതാണ്. ഇന്ന് UDFനൊപ്പമുള്ള UDF കക്ഷിയിലെ MLA ആയ UDF മുന്നിലെ MLA കൂടിയായ KK രമ അന്ന് എന്തോ അരുതാത്ത നടന്നു, ഒരു ഒത്തുതീർപ്പ് നടന്നുവെന്ന് നേരത്തെ ഉന്നയിച്ച ആരോപണം ഇന്നും ഉന്നയിക്കുന്നു. അതിന്റെ സത്യാവസ്ഥ പുറത്തു വരണമെന്നും KK രമ ആവശ്യപ്പെടുന്നു. അത് ഒത്തുതീർപ്പാക്കിയ ആളുകൾ തന്നെ പറയണം എന്തെങ്കിലും അതിനകത്തുണ്ടായിരുന്നോ എന്നുള്ളതിനെ സംബന്ധിച്ച്. സത്യം എന്നായാലും തെളിയും. ഞാൻ അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്.
TP കേസ് ഉൾപ്പെടെ അത് ഉന്നതങ്ങളിലേക്ക് പോയിട്ടില്ല എന്നറിയാം. അത് മറ്റെന്തിന്റെങ്കിലും ധാരണ പുറത്താണോ പോവാത്തത് എന്നതിനെ സംബന്ധിച്ച് CPM-ന്റെ ഉന്നത അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിലേക്ക് അപ്പുറത്തേക്ക് ഒരു മീഡിയക്കാരന് ഇതിനകത്ത് എന്താണ് ബന്ധം? എന്തിനാണ് ഈ പാർട്ടിക്കാരെയൊക്കെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് വിഡ്ഢികളാക്കി കൊണ്ടുപോയ ഒരു സമരം നടത്തിയത്? എന്തിന്റെ ആവശ്യത്തിനായിരുന്നു? KK രമയുടെ ഈ നിലപാടോടുകൂടി ഈ വിവാദം കോൺഗ്രസിനും തിരിച്ചടിയാവുകയാണ്. കോൺഗ്രസിനും തിരിഞ്ഞു കൊത്തുകയാണ്. സമരം തീർക്കാൻ ഇടതു മുന്നണി നേതൃത്വം CPM ഇടപെട്ടു എന്ന ആരോപണം സ്വാഭാവികമായി വലിയൊരു സമരം വിജയിക്കേണ്ട സമരം വിജയിക്കുമായിരുന്നിട്ടും അതിനെ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ ഒത്തുതീർപ്പിന് CPM തയ്യാറായെന്ന ആരോപണം CPM-നെ എങ്ങനെ ബാധിക്കുമോ അതുപോലെ തന്നെ UDF-നെയും കോൺഗ്രസിനെയും തിരിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിന് കാരണം ഈ ഡീൽ എന്നത് സമരം തീർക്കാൻ ഇടതുമുന്നണിയും വലതുമുന്നണിയും തമ്മിലുള്ള അന്നത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ഡീൽ TP ചന്ദ്രശേഖരൻ വധക്കേസാണ്. അതിലെ അന്വേഷണം ഒരു പരിധിക്കപ്പുറത്തേക്ക് CPM-ന്റെ പ്രധാന നേതാക്കളെ ബാധിക്കാതിരിക്കാൻ നടന്ന ഒരു രാഷ്ട്രീയ ഡീൽ എന്ന ആരോപണം നേരത്തെ ശക്തമായി ഉയർന്നതാണ്. അത് വീണ്ടും കൂടുതൽ ബലപ്പെടുകയാണ്. KK രമയുടെ സംശയവും മറിച്ചല്ല. അത് സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വം കൂടി മറുപടി പറയേണ്ട ഒരു വിഷയമായി മാറുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തങ്ങൾക്ക് ഒന്നും അറിയില്ല, ഒരു ഡീലും നടന്നത് പറയുമ്പോൾ ഇനി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടത് ഇതിനെപ്പറ്റി വ്യക്തമായി അറിയാവുന്ന ഒരാൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അന്നത്തെ പാർട്ടി സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളാകും ഇത് ഏറ്റവും നിർണായകമായി മാറുക. അദ്ദേഹവും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡീൽ നടന്നുവെന്ന് തുറന്ന് സമ്മതിക്കാനിടയില്ലെങ്കിലും ഇതിൽ പിണറായി വിജയന്റെ അഭിപ്രായമാണ് CPM-ന്റെ മറ്റു നേതാക്കളുടെ അഭിപ്രായത്തെക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ടതാവുക. അതിനുവേണ്ടിയാണ് രാഷ്ട്രീയ കേരളം ഒന്നടങ്കം കാത്തിരിക്കുന്നത്. അതേസമയം ശത്രുവിന് ആയുധം നൽകുന്ന പ്രസ്താവനയാണ് KK രമയുടേത് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരത് പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒത്തുതീർപ്പ് എന്ന് കൂടി പറയാനുള്ള രാഷ്ട്രീയ സത്യസന്ധത അവർ കാണിക്കട്ടെ. അത് പറയട്ടെ, അപ്പൊ അതിന് മറുപടി പറയാം. അവര് തന്നെ ഹൈക്കോടതി പോയല്ലോ. അപ്പൊ ഹൈക്കോടതി പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അവര് തന്നെ കക്ഷി ചേർന്നിരുന്നല്ലോ. രമണന് പേഴ്സണലായിട്ട് കക്ഷി ചേർന്നിരുന്നല്ലേ. അപ്പൊ അവർക്ക് ഹൈക്കോടതി പറയാമായിരുന്നല്ലോ. അവിടെ ഒന്നും പറയാത്ത കാര്യം ഇന്നിപ്പോ പുതിയ രൂപത്തിൽ കൊണ്ടുവന്ന ഒത്തുതീർപ്പ് എന്ന് പറഞ്ഞ് ശത്രുപക്ഷത്ത് ആയുധം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പണി എനിക്കുള്ളതല്ല. അത് ഞാൻ ചെയ്യത്തില്ല. സോളാർ വിവാദം വീണ്ടും സജീവമായിരിക്കെ വിദേശയാത്ര കഴിഞ്ഞ് മുഖ്യമന്ത്രി തലസ്ഥാനത്ത് മടങ്ങിയെത്തി. പുലർച്ചെ 3:15-നാണ് മുഖ്യമന്ത്രിയും കുടുംബവും തിരുവനന്തപുരത്ത് എത്തിയത്. അതേസമയം സോളാർ വെളിപ്പെടുത്തലിൽ പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവോ KPCC അധ്യക്ഷനോ ഇതുവരെയും തയ്യാറായിട്ടില്ല. സംസ്ഥാനത്ത് ഗുണ്ട ആക്രമണങ്ങൾ പെരുകുന്നത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ ക്ലിഫ് ഹൗസ് മാർച്ച്. സംസ്ഥാനത്ത് ഗുണ്ടകൾ തേർവാഴ്ച നടത്തുമ്പോൾ മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തുകയാണ് എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ ആരോപണം. പ്രതിഷേധക്കാർ ക്ലിഫ് ഹൗസ് പരിസരത്ത് മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ ബാരിക്കേഡ് തീർത്ത് പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി സ്മാരക മന്ദിരം പണിത് CPIM. കണ്ണൂർ ചെറ്റക്കണ്ടിയിലെ ഷൈജു, സുബീഷ് എന്നിവർക്കാണ് സ്മാരകം. 2015-ൽ ബോംബ് നിർമ്മാണത്തിനിടെയാണ് ഇരുവരും കൊല്ലപ്പെട്ടത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നത്. സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്നായിരുന്നു 2015-ൽ പാർട്ടി സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നത്. 2015 ജൂൺ 6-നാണ് ഷൈജു, സുബീഷ് എന്നിവർ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെടുന്നത്. കുന്നിൻ മുകളിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടാവുകയും രണ്ടുപേരും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. അന്ന് CPM ഇത് തള്ളിപ്പറഞ്ഞിരുന്നു. പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു പാർട്ടി വ്യക്തമാക്കിയിരുന്നത്. അതേസമയം ഇവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P ജയരാജനായിരുന്നു. അദ്ദേഹം അന്ന് വ്യക്തമാക്കിയത് ഇവർ RSSനെ പ്രതിരോധിക്കാനുള്ള നീക്കത്തിനിടെ കൊല്ലപ്പെട്ടു എന്നായിരുന്നു. എന്തായാലും സംസ്കാര ചടങ്ങുകളും അന്ന് നടത്തിയത് പാർട്ടി വക ഭൂമിയിലായിരുന്നു. എന്തായാലും ഈ സംഭവത്തിൽ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ
ഇവരെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും 2016 ഇവർക്ക് വേണ്ടി രക്തസാക്ഷി ദിനവും CPM ആചരിച്ചിരുന്നു. ഇപ്പോൾ പുതുതായി ഇവർക്കുള്ള സ്മാരക മന്ദിരം പണിതിരിക്കുന്നു. ഈ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം ബുധനാഴ്ച നടക്കുമെന്ന പോസ്റ്ററുകളാണ് വ്യാപകമായി പ്രചരിക്കുന്നത്. ഇതിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഈ പോസ്റ്ററിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ഈ സംഭവം ഇപ്പോൾ വിവാദമായിട്ടുണ്ട്. ഈ സംഭവത്തിൽ CPMന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും ലഭ്യമായിട്ടുമില്ല. രക്തസാക്ഷി സ്മാരക മന്ദിരം നിർമ്മിച്ചതിനെ പരിഹസിച്ച NK പ്രേമചന്ദ്രൻ MP എല്ലാം രക്ഷാപ്രവർത്തനം ആണല്ലോ എന്നായിരുന്നു NK പ്രേമചന്ദ്രന്റെ പരിഹാസം. രക്തസാക്ഷി മണ്ഡപം പണിയുന്നതോടെ കാര്യങ്ങൾ കുറെ കൂടി സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഇതാണ് CPIMന്റെ പൊതുരീതി എന്നും ഇതിന്റെയൊക്കെ ഫലം വടകരയിൽ അറിയാമെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. അതിലിപ്പോ എല്ലാം ജീവൻ രക്ഷാ പ്രവർത്തനമാണല്ലോ. CPM നേതൃത്വത്തിന്റെ അറിവോടും അവരുടെ കൃത്യമായ നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ബോംബ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മലബാർ മേഖലയിൽ നടക്കുന്നത്. അന്ന് മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോയതിനെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് മനുഷ്യസഹജമായിട്ടുള്ള കാര്യമല്ലേ. ഒരാൾ മരിക്കുമ്പോൾ ആ ദുഃഖത്തിൽ പങ്കുചേരാൻ പോകുന്നു. അപ്പൊ രക്തസാക്ഷി മണ്ഡപം പണിയുമ്പോൾ കുറെ കൂടി സ്ഥിരീകരിക്കപ്പെടുന്നു. ഇതാണ് CPMന്റെ പൊതുശൈലി, പൊതുരീതി. അത് നല്ലതുപോലെ അതിന്റെയൊക്കെ പ്രതികരണം തീർച്ചയായിട്ടും വടകര തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നു. രക്തസാക്ഷി മണ്ഡപം പണിഞ്ഞു എന്നുണ്ടെങ്കിൽ അതിനപ്പുറമുള്ള ഒരു തെളിവ് വേണ്ടല്ലോ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡനക്കേസ് പ്രതി രാഹുലിനെ നാട്ടിൽ എത്തിക്കാനുള്ള ശ്രമത്തിൽ പോലീസ്. ജർമ്മനിയിൽ ഉള്ള രാഹുലിനെ ഇന്റർപോളിന്റെ സഹായത്തോടെ ആണ് നാട്ടിൽ എത്തിക്കുക. രാഹുലിന് ജർമ്മൻ പൗരത്വം ഇല്ല എന്നും ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് വിദേശത്തേക്ക് കടന്നത് എന്നും പോലീസ് സ്ഥിരീകരിച്ചു. കേസിൽ രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും പ്രതി ചേർത്തേക്കും. രാഹുൽ ജർമ്മൻ പൗരനാണെന്ന അവകാശവാദത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾക്ക് ജർമ്മൻ പൗരത്വം ഇല്ല എന്ന് കണ്ടെത്തിയത്. ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് ഇയാൾ ബംഗളൂരുവിൽ നിന്നും സിംഗപ്പൂരിലേക്കും അവിടെ നിന്നും ജർമ്മനിയിലേക്കും കടന്നു കളഞ്ഞത് എന്ന് കണ്ടെത്തിയിരുന്നു. നേരത്തെ രാഹുലിൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ച് ഇയാൾക്ക് ജർമ്മൻ പൗരത്വം ഉണ്ട് എന്നായിരുന്നു വിവരങ്ങൾ പുറത്തു വന്നത്. എന്തിനായിരുന്നു അമ്മ ഇത്തരത്തിൽ പുറത്ത് കാര്യങ്ങൾ പറഞ്ഞത് എന്നതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചിരിക്കുന്നു. അമ്മയുടെ സഹായവും ഒപ്പം സുഹൃത്തിൻ്റെ സഹായവും ഇയാൾക്ക് പുറത്തേക്ക് പോകുന്നതിനായി ലഭിച്ചു എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഇക്കാര്യം കൊണ്ട് തന്നെ അമ്മയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചിരിക്കുന്നു. ഇവർക്ക് ചോദ്യം ചെയ്യലിൽ ഹാജരാവുന്നതിനായി ഇന്നലെ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അനാരോഗ്യം ചൂണ്ടിക്കാട്ടി ഇവർ ചോദ്യം ചെയ്യലിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. അസുഖം മാറിയ ശേഷം ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് മാറ്റിയ ശേഷം ചോദ്യം ചെയ്യലിനായി വീണ്ടും വിളിപ്പിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ബംഗളൂരുവിലേക്ക് പോകുന്നതിനടക്കം സഹായം ചെയ്ത സുഹൃത്തായ രാജേഷിനെ പോലീസ് ഇന്നലെ തെളിവ് നശിപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്നലെ ഇയാൾക്ക് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകുകയും ചെയ്തു. വിദേശത്തുള്ള രാഹുലിനെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ഊർജിത ശ്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകുന്നു. ഇന്റർപോളിന്റെ സഹായത്തോടുകൂടി ബ്ലൂ കോർണർ നോട്ടീസിനൊപ്പം ഇപ്പോൾ റെഡ് കോർണർ നോട്ടീസ് നൽകുന്നതിനുള്ള നീക്കങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു. ഒപ്പം ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ടും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടും ഇയാളെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ സ്ത്രീപീഡന കുറ്റവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ കുടുംബത്തെയും ഈ കേസിൽ പ്രതി ചേർക്കുന്നതിനുള്ള നീക്കങ്ങൾ പോലീസ് നടത്തുന്നു. നേരത്തെ അടച്ചിട്ട ഒരു മുറിയിൽ രാഹുലും അമ്മയും തമ്മിലുള്ള സംസാരത്തിന് ശേഷമാണ് തന്നെ ക്രൂരമായ മർദ്ദനത്തിന് രാഹുൽ ഇരയാക്കിയതെന്ന് പോലീസിനോട് യുവതി പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങളടക്കം പരിശോധിച്ചാവും ഇവരെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പെൺകുട്ടിയുടെ കുടുംബത്തെ സന്ദർശിച്ച വനിതാ കമ്മീഷൻ. കുടുംബത്തിന് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് വനിതാ കമ്മീഷൻ അറിയിച്ചു. പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്നിട്ടുള്ള ഒരു ഗാർഹിക പീഡന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിജീവിതയെ നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അവർ വനിതാ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ആ പരാതി ലഭ്യമായ ഉടനെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്യുകയും കുട്ടിയുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ ആ പരാതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അവരെ നേരിട്ട് വിളിക്കുകയും അന്ന് ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പന്തീരാങ്കാവ് സ്റ്റേഷനിലെ SHOനെ ആ സമയത്ത് തന്നെ വിളിച്ച് കേസ് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോഴാണ്
വളരെ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ്, അങ്ങേയറ്റത്തെ അനാസ്ഥയാണ് ഇത്തരമൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലായതിനെ തുടർന്ന് ശക്തമായ ഭാഷയിൽ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. തുടർന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ പരാതിയിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ ഈ കേസ് അന്വേഷണത്തിൽ പോലീസ് കാട്ടിയിട്ടുള്ള ജാഗ്രത കുറവിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയതിനെ തുടർന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ടുണ്ട്. കാസർഗോഡ് പടന്നക്കാട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ DNA പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. കണ്ണൂർ ഫോറൻസിക് ലാബിൽ നിന്നാണ് റിപ്പോർട്ട് ലഭിക്കേണ്ടത്. പ്രതിയെന്ന് സംശയിക്കുന്നയാൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. നാടിനെ നടുക്കിയ ഈ കേസിൽ പോലീസിന് ഇതുവരെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനായിട്ടില്ല. നിലവിൽ സംശയമുള്ള ഒരാളാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഇയാൾ ഇതുവരെ ഈ കുറ്റം സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇയാളുടെ DNA പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ് പോലീസ്. കണ്ണൂർ ഫോറൻസിക് ലാബിൽ നിന്നാണ് ഇയാളുടെ DNA പരിശോധനാ ഫലം വരേണ്ടത്. ഈ റിപ്പോർട്ട് വന്നാൽ അതിനുശേഷം മാത്രമേ ഇയാളെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യൂ. എന്തായാലും സാഹചര്യ തെളിവുകളെല്ലാം ഇയാൾക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ ഇയാളാണ് പ്രതിയെന്ന സംശയത്തിലാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇയാൾക്കെതിരെ നേരത്തെ നിരവധി കേസുകൾ നിലവിലുണ്ട്. ഇയാൾ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി, അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബാംഗ്ലൂരിലേക്ക് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി കൂടിയാണ്. ഈ കേസിൽ ഇയാൾക്ക് ഇപ്പോൾ വാറന്റ് നിലവിലുണ്ട്. മാത്രമല്ല അടിപിടി കേസുകളിലും ഇയാൾ പ്രതിയാണ്. ഏതായാലും ഇയാളല്ല പ്രതിയെങ്കിൽ ഈ രണ്ട് കേസുകളിലും വാറന്റ് നിലനിൽക്കുന്ന ഈ രണ്ട് കേസുകളിലും ഇയാളെ കോടതിയിൽ ഹാജരാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടാനാണ് പോലീസ് ആലോചിക്കുന്നത്. അപ്പോഴും ഈ കേസിലെ യഥാർത്ഥ പ്രതി ആര് എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തതയില്ല. ഏതായാലും CCTV ദൃശ്യങ്ങളിൽ നിന്നും ഈ പ്രതിയുടെ മുഖം വ്യക്തമല്ല. കൂടുതൽ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിൽ നിന്നും ഈ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 25-അംഗ ടീമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. വളരെ ഈ കുറ്റാന്വേഷണ മികവ് ഉള്ള ഉദ്യോഗസ്ഥന്മാരാണ്. DYSP ബാലകൃഷ്ണൻ നായർ ആയാലും DYSP സുനിൽ കുമാർ ആയാലും നേരത്തെ നിരവധി കേസുകൾ തെളിയിച്ച പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണ്. ഈ ഉദ്യോഗസ്ഥരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പ്രതികളെ ഉടൻ പിടികൂടാനാകുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്തായാലും 10 വയസ്സുകാരിയെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പുലർച്ചെ 2:30 അതിക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും സ്വർണ്ണാഭരണങ്ങൾ കവർച്ചയും ചെയ്ത ഒരു കേസ്, നാടിനെ നടുക്കിയ കേസ്. ഈ കേസിലെ പ്രതി എവിടെ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും പോലീസിന് വലിയ സമ്മർദ്ദം വരും ദിവസങ്ങളിൽ ഉണ്ടാകും പ്രതിയെ പിടികൂടാൻ. അതുകൊണ്ട് തന്നെ പോലീസ് അതീവ ജാഗ്രതയിലാണ്. ഇത്തരത്തിൽ DIG തോംസൺ ജോസിന്റെ മേൽനോട്ടത്തിൽ പോലീസ് ഏതായാലും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്, അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിൽ പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് പോലീസ് മേധാവി. DGP വിളിച്ച ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് വിമർശനം. കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർമാർക്കും കോഴിക്കോട് റൂറൽ SP-ക്കുമാണ് DGPയുടെ വിമർശനം ഉണ്ടായത്. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് ഓൺലൈനായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ രൂക്ഷ വിമർശനമുയർന്നത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് കമ്മീഷണർമാർക്കും കോഴിക്കോട് റൂറൽ SP-ക്കുമായിരുന്നു വിമർശനം. തലസ്ഥാനത്ത് ഗുണ്ടകളെ നിയന്ത്രിക്കാനാകുന്നില്ല, ലഹരി ഇടപാടുകൾ നടക്കുന്നു, കൊച്ചി ഗുണ്ടകളുടെ കേന്ദ്രമായി മാറി. ഇതിനിടെ ഓൺലൈനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ ക്യാമറ ഓഫ് ചെയ്ത് പങ്കെടുത്ത ഉദ്യോഗസ്ഥർക്ക് DGPയുടെ താക്കീതുമുണ്ടായി. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കാണ് താക്കീത് നൽകിയത്. സംസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാവിളയാട്ടം കൂടിയതോടെയാണ് സംസ്ഥാന വ്യാപകമായി പോലീസ് പരിശോധന തുടങ്ങിയത്. ഓപ്പറേഷൻ ആഗ്, ഡി ഹണ്ട് പദ്ധതികളുടെ കീഴിൽ നടക്കുന്ന പരിശോധന കാര്യക്ഷമമായി നടത്തണമെന്നും ഗുണ്ടകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും DGP നിർദ്ദേശിച്ചു. 10 ദിവസം നീണ്ടുനിൽക്കുന്ന പരിശോധനയിൽ കാപ്പ ചുമത്തപ്പെട്ട ഗുണ്ടകൾ, പിടികിട്ടാപ്പുള്ളികൾ, ലഹരി സംഘങ്ങൾ എന്നിവരെ അറസ്റ്റ് ചെയ്യണമെന്ന് നേരത്തെ തന്നെ DGP ഉത്തരവ് നൽകിയിരുന്നു. തിരുവനന്തപുരം കരമനയിൽ പട്ടാപ്പകൽ യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവവും ചേർത്തലയിൽ പോലീസിനെ വെല്ലുവിളിച്ച് കൊട്ടേഷൻ ഗുണ്ടാ സംഘങ്ങൾ നടത്തിയ സമ്മേളനവും യോഗത്തിൽ ചർച്ചയായി. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചിയിൽ വീണ്ടും ലഹരി സംഘം പിടിയിൽ. യുവതിയടക്കം 5 പേരെയാണ് എളമക്കരയിലെ ലോഡ്ജിൽ നിന്ന് പിടികൂടിയത്. കഞ്ചാവ്, കൊക്കൈൻ, MDMA എന്നിവയാണ് പിടിച്ചെടുത്തത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ആരൊക്കെയാണ് പിടിയിലായിട്ടുള്ളത്? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്
അഭിലാഷ്, എളമക്കരയിലെ വൈറ്റ് ഹൗസ് എന്ന് പറയുന്ന ഹോട്ടലുമായി ബന്ധപ്പെട്ട റെയ്ഡിലാണ് ഈ 5 അംഗ സംഘത്തെ പോലീസ് പിടികൂടിയത്. ഒരു യുവതി അടക്കം 5 പേരാണ് പിടിക്കപ്പെട്ടത്. എളമക്കര പോലീസ് നടത്തിയ റെയ്ഡിലാണ് ഈ 5 അംഗ സംഘം പിടിയിലാകുന്നത്. ഈ കൊച്ചിയിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി മയക്കുമരുന്ന് സംഘം വ്യാപകമാണ്, മയക്കുമരുന്ന് മാഫിയ വ്യാപകമാണ് എന്നൊരു വാർത്ത ഇരിക്കെയാണ് ഇത്തരത്തിൽ അടിക്കടി ഇങ്ങനെ ലഹരി സംഘങ്ങളെ പിടികൂടുകയും അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കുറ്റകൃത്യങ്ങൾ അരങ്ങേറുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഫോർട്ട് കൊച്ചിയിൽ ഒരാളെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം അറിയാം. മയക്കുമരുന്നിന് അടിമയായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആ സമയത്ത് നമ്മൾ അവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ തന്നെ അവർക്ക് പറയാനുള്ളത് ഇതായിരുന്നു: ഇവിടെയുള്ള കുട്ടികളിൽ ഏറെ പേരും ഇങ്ങനെ ഈ സംഘത്തിന്റെ പിടിയിൽ അമർന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ കൊലക്കുറ്റം നടത്തിയ ആൾ, പ്രതിയായിരിക്കുന്ന ആളെ സംബന്ധിച്ചിട്ടും ഈ ഒരു പ്രശ്നമുണ്ട്. അയാൾ കുറച്ചു നാളുകളായി ഇത്തരത്തിലൊരു ലഹരിക്കടിമയെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്നാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഈ പിടിയിലായിട്ടുള്ള സംഘം ഇത് കൊച്ചി തന്നെ പ്രദേശവാസികളായിട്ടുള്ളവരാണോ, അതെയോ കൊച്ചി കേന്ദ്രീകരിച്ച് മറ്റിടങ്ങളിൽ നിന്ന് വന്ന് പ്രവർത്തിക്കുന്നവരാണോ? അതിൽ വ്യക്തതയുണ്ടോ? കൊച്ചി കേന്ദ്രീകരിച്ച് മറ്റിടങ്ങളിൽ നിന്നും വന്ന് പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് മനസ്സിലാക്കിയത്. ഈ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ലോഡ്ജ് വൈറ്റ് ഹൗസ് എന്നാണ് എളമക്കരയിലെ ഈ ലോഡ്ജിന്റെ പേര്. ഈ ലോഡ്ജിൽ തന്നെ ഇപ്പോൾ 3ഓ 4ഓ തവണയാണ് ഇത്തരം സംഘങ്ങളെ പിടികൂടിയതായിട്ടുള്ള വാർത്ത വരുന്നത്. ഇത് നമ്മളും നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. നിരന്തരം ഇവിടെ ഇത്തരം മയക്കുമരുന്ന് വ്യാപാര സംഘങ്ങൾ വന്നു ചേരുകയും അവിടെ നിന്ന് പോലീസ് റെയ്ഡിൽ ഈ ആളുകളെ പിടികൂടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. മലബാർ കേന്ദ്രീകരിച്ചുള്ള ഉള്ളവരുടെ ഉടമസ്ഥതയിലുള്ള ഒരു ലോഡ്ജാണ് എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എളമക്കര പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം അങ്ങനെയാണ്. അതായത് ഇവിടെ നിരന്തരം ഇത്തരം ഒരു സാഹചര്യത്തിൽ ഹോട്ടലിനെതിരെ കൂടുതൽ ജാഗ്രത ഉണ്ടാകാനുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ആജ്ഞ രവീന്ദ്രൻ നൽകിയത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത. നാളെയും മറ്റന്നാളും 3 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. 10 ദിനമുണ്ട്. അതിൽ കുറവുണ്ടാകില്ല. വരും ദിവസങ്ങളിലും കൂടുതൽ മഴ ലഭിക്കും എന്നാണോ ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്? തീർച്ചയായും അഭിലാഷ്, വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പെരുമഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് വരുന്നത്. ഈ വരുന്ന ദിവസങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് നാളെയും മറ്റന്നാളും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും അതിശക്തമായ മഴ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ നൽകുന്നത്. നാളെയും മറ്റന്നാളും 3 ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ വിവിധ ജില്ലകളിൽ 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പും നാളെയും മറ്റന്നാളും വരുന്നുണ്ട്. ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പാണെങ്കിൽ പോലും ആ റെഡ് അലേർട്ടിന് സമാനമായിട്ടുള്ള ജാഗ്രത വേണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. ഇനി വിവിധ ജില്ലകളിലെ മഴ മുന്നറിയിപ്പ് അലേർട്ടുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 3 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ട് മുന്നറിയിപ്പാണ് ഉള്ളത്. അതേസമയം തന്നെ നാളെയും മറ്റന്നാളുമാണ് സംസ്ഥാനത്ത് അതിശക്തമായ മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ട് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. എങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പുണ്ട്. മറ്റന്നാളിലും നാളെയും കണ്ണൂരും കാസർഗോഡും ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇനി മെയ് 20-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ട് മുന്നറിയിപ്പുമാണ് നൽകിയിട്ടുള്ളത്. ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പാണെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള മഴ ലഭിക്കുമെന്നുള്ളതാണ് പറയുന്നത്. 21-ാം തീയതി 9 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. 22-ാം തീയതി 3 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. പത്തനംതിട്ടയിലും അതേസമയം ഇടുക്കിയിലും കോട്ടയം ജില്ലയിലുമാണ് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ
മത്സ്യബന്ധനത്തിന് കടലിൽ പോകരുത് എന്നുള്ള ഒരു അറിയിപ്പ് കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ ഇതിനോടകം തന്നെ അതിശക്തമായ മഴയാണ് പല സ്ഥലത്തും രേഖപ്പെടുത്തുന്നത്. ഇത് വരും ദിവസങ്ങളിലും കൂടും എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അഭിലാഷ്, കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് അടുത്ത ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കും. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കുന്നത്. മഴക്കാലത്തിനു മുമ്പേ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പകരുകയാണ്. 2 ആഴ്ചയ്ക്കിടെ വിവിധ രോഗങ്ങൾ ബാധിച്ച് ചികിത്സ തേടിയത് 1 ലക്ഷത്തോളം പേരാണ്. കഴിഞ്ഞ 5 മാസത്തിനിടെ പകർച്ചവ്യാധികൾ പിടിപെട്ട് 91 പേർ മരിച്ചു. മസ്തിഷ്ക ജ്വരം, വെസ്റ്റ് നൈൽ ഫീവർ പോലുള്ള അപൂർവ രോഗങ്ങളും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഞ്ഞപ്പിത്തവും പടരുകയാണ്. അതേസമയം പകർച്ചവ്യാധികളെ നേരിടാൻ സംസ്ഥാന വ്യാപകമായി ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ശുചീകരണ യജ്ഞം നടക്കുകയാണ്. കാലാവസ്ഥയിലെ വ്യതിയാനം മൂലം സംസ്ഥാനത്ത് സാംക്രമിക രോഗങ്ങൾ പെരുകുന്നതിനിടെ മഴക്കാലപൂർവ്വ ശുചീകരണ ദൗത്യങ്ങൾ സംസ്ഥാന ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും ചേർന്ന് ഊർജിതമാക്കിയിരിക്കുകയാണ്. മഞ്ഞപ്പിത്തത്തിന്റെ ഔട്ട്ബ്രേക്ക് സംസ്ഥാനത്തെ 7 ജില്ലകളിലുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. അതിൽ തന്നെ പ്രധാനമായി പത്തനംതിട്ട, പാലക്കാട്, കണ്ണൂർ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞപ്പിത്തം കൂടുതലായി പടരുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മലിനജലം കുടിവെള്ളമായി ഉപയോഗിച്ച പശ്ചാത്തലത്തിലാണ് മഞ്ഞപ്പിത്തം വ്യാപകമായി പടരുന്ന സാഹചര്യം ഉണ്ടായതെന്നാണ് പരിശോധനകളിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. ഈ സ്ഥലങ്ങളിലെല്ലാം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹകരണത്തോടെ ജലജന്യ രോഗങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരോഗ്യവകുപ്പ് സജീവമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഹോസ്റ്റലുകൾ, ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിൽ വെള്ളം കൃത്യമായി ശുചീകരിച്ച ശേഷം മാത്രം കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം തിളപ്പിച്ചാറ്റിയത് തന്നെ ആയിരിക്കണമെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ജലസ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യുന്ന നടപടികൾ ഊർജിതമാക്കണമെന്ന കർശനമായ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സഹായത്തോടെ കൃത്യമായി പരിശോധനകൾ എല്ലാ സ്ഥലങ്ങളിലും ഏകോപിപ്പിക്കാനുള്ള നീക്കവും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. എന്തായാലും മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം പനി ബാധിതരുടെ എണ്ണത്തിൽ കുറവുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ അവകാശപ്പെടുമ്പോഴും ഈ പകർച്ചവ്യാധികൾ പിടിപെട്ട് മരണപ്പെടുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന വ്യാപകമായി തന്നെ നിലനിൽക്കുന്നത്. അതോടൊപ്പം എല്ലാ ആശുപത്രികൾക്കും ആവശ്യത്തിനുള്ള സ്റ്റോക്ക് മരുന്നുകൾ എടുത്തു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും ആരോഗ്യമന്ത്രി തന്നെ നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പമാണ് ഇന്നും നാളെയും സംസ്ഥാന വ്യാപകമായി ശുചീകരണ യജ്ഞം, അതായത് ഈ മഴക്കാലപൂർവ്വ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ശുചീകരണ യജ്ഞം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനവും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നൽകിയിരിക്കുന്നത്. എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ്. വേങ്ങൂരിന് പിന്നാലെ കളമശ്ശേരിയിലും മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. നോർത്ത് കളമശ്ശേരിയിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ 26 പേർക്കാണ് രോഗബാധ ഉണ്ടായത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ ശുചീകരണ പ്രവർത്തനം തുടരുകയാണ്. എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് കളമശ്ശേരി, വേങ്ങൂർ തുടങ്ങിയിടങ്ങളിലെല്ലാം തന്നെ മഞ്ഞപ്പിത്തം പടരുന്നു എന്ന വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ പുറത്തുവരുന്നു. അതിനുള്ള ഒരു നടപടികൾ, രോഗവ്യാപനം തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കളമശ്ശേരിയിൽ ഏതാണ്ട് 26 കേസോളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കളമശ്ശേരി നഗരസഭയുടെ ഭാഗമായ സീപോർട്ട് എയർപോർട്ട് റോഡിലാണ് വലിയ രീതിയിൽ മാലിന്യങ്ങൾ പൊതുജനങ്ങൾ കൊണ്ടുചെന്ന് തള്ളുന്ന ഒരിടമായിട്ട് ഈ റോഡുകളുടെ പരിസരങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തുറസായി കിടക്കുന്ന ഈ സ്ഥലങ്ങളെല്ലാം ഈ രോഗവ്യാപനത്തിന്റെ മറ്റൊരു കേന്ദ്രങ്ങളാകുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇവിടങ്ങളിലുള്ള ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചെല്ലാം തന്നെ പരിശോധനകൾ തുടരുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോവുകയാണ്. നഗരസഭ ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന രോഗത്തിന്റെ കണക്ക് ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് നഗരസഭ പറയുന്നത്. എങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ള ഒരു രോഗവ്യാപനം തടയുന്ന രീതിയിലേക്കുള്ള ക്രമീകരണങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ സിമ കണ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങളിലായിട്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കൊപ്പം നഗരസഭാ അധ്യക്ഷ തന്നെ ചേരുന്നു. വലിയ രീതിയിലുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് ഈ സമയത്തേക്ക് എത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും വളരെ ഭംഗിയായിട്ടാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ആരോഗ്യ വിഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ വർക്കർമാരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. രാവിലെ മുതൽ അവരെല്ലാ കാര്യങ്ങൾക്കും ഏത് സമയത്ത് വിളിച്ചു വന്ന്, അതുപോലെ HIമാരെല്ലാവരും
ഭംഗിയായിട്ട് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇതിന്റെ ഒരു വിജയം കാണാൻ സാധിക്കുന്നത്. അപ്പം വളരെ കൃത്യമായിട്ട് തന്നെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒപ്പം തന്നെ ഈ ജ്യൂസ് വിൽക്കുന്ന ശാലകളെല്ലാം തന്നെ ഇപ്പോൾ വഴിയോരങ്ങളിലെല്ലാം തന്നെ സാർവത്രികമാണ്. ഇവിടങ്ങളിലൊക്കെ ഒരു പരിശോധന, പ്രത്യേകിച്ച് ഐസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊക്കെ നടത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇപ്പൊ എച്ച്ഐമാരുടെ നേതൃത്വത്തിൽ എല്ലാ പരിശോധനകളും നടത്തുന്നുണ്ട്. പിന്നെ ഭംഗിയായിട്ട് തന്നെയാണ് അതിന്റെ കർക്കശമായ നടപടികളെല്ലാം സ്വീകരിക്കും. രോഗികളുടെ എണ്ണം അത് ആശങ്കപ്പെടുത്തുന്നതാണോ? ഇല്ല, 26 പേരേ ഉള്ളൂ. അതിൽ വലിയ പ്രശ്നമില്ലാത്ത രീതിയിലാണ് അവരെ ആരോഗ്യനില. എന്തായാലും ചെയർപേഴ്സണും ഒപ്പം തന്നെ ഈ ശുചീകരണ പ്രവർത്തന രംഗത്തുള്ള തൊഴിലാളികളും എല്ലാം രാവിലെ മുതൽ തന്നെ ഇത് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയാണ്. അവർ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ഇതുപോലുള്ള പൊതു ഇടങ്ങൾ ആളുകൾ കൊണ്ടുവന്ന് ഈ മാലിന്യം നിക്ഷേപിക്കുന്നത് വലിയ രീതിയിലുള്ള തിരിച്ചടികളാവുന്നുണ്ട്. കാരണം ഇതൊന്നും ഇറങ്ങിയെടുത്ത് ഇതൊന്നും അത് ശുചീകരിക്കുക എന്നത് തീർത്തും അസാധ്യമായ ഒരു കാര്യമാണ്. ഇവിടെ മാത്രമല്ല, NED റോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ തീർത്തും അശാസ്ത്രീയമായി നഗരസഭയുടെ പ്രവർത്തനങ്ങളോടക്കം സഹകരിക്കാതെ ഈ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് പലരും തന്നെ കാണുന്നുണ്ട്. വലിയ രീതിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെടുന്ന ഇടങ്ങളായിട്ട് മാറുന്നു. എന്തായാലും ഇതിന് തടയിടുക എന്ന ലക്ഷ്യത്തോടുകൂടി ശുചീകരണ പദ്ധതികളുമായിട്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകുന്നു. കളമശ്ശേരി നഗരസഭയും അത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന രോഗികളുടെ എണ്ണത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എല്ലാം നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെയാണ് ചെയർപേഴ്സൺ അടക്കം പറയുന്നത്. കളമശ്ശേരിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. വീക്ഷണം മുഖപ്രസംഗത്തിന് എതിരെ കേരള കോൺഗ്രസ് മുഖപത്രമായ പ്രതിച്ഛായ വിഷവീക്ഷണത്തിന്റെ പ്രചാരകരായി ചില കോൺഗ്രസ് നേതാക്കൾ മാറിയെന്നും മുഖപ്രസംഗം മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമാണ് എന്നും പ്രതിച്ഛായ വിമർശിക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ വിശ്വാസ്യത തകർക്കാനുള്ള നീക്കമാണ് നടന്നത് എന്നും ആത്മാഭിമാനമുള്ള ആരും UDFിലേക്ക് തിരികെ പോകില്ല എന്നും മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. എന്തായാലും വീക്ഷണത്തിന് മറുപടി എന്ന നിലയിലാണ് നവപ്രതിച്ഛായ എന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ മുഖപത്രം ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. KM മാണിക്ക് ഉൾപ്പെടെ UDFിൽ നിന്നുണ്ടായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ചരൽക്കുന്ന് ക്യാമ്പിലടക്കം വിശദീകരിച്ചിട്ടുള്ളതാണ്. ആത്മാഭിമാനമുള്ള ആരെങ്കിലും കേരള കോൺഗ്രസ് എമ്മിലേക്ക് UDFിലേക്ക് തിരികെ പോകുമോ എന്ന ചോദ്യമാണ് പ്രതിച്ഛായയുടെ മുഖപ്രസംഗം ചോദിക്കുന്നത്. എടുത്തു പറയേണ്ടത് കേരള കോൺഗ്രസ് എമ്മിന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി അത് തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ വീക്ഷണം ലേഖനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് അതൊരു നാടകം മാത്രമാണ്. ആ നാടകത്തിന്റെ ഭാഗമാണ് വീക്ഷണം അങ്ങനെ ഒരു ലേഖനം എഴുതുകയും തൊട്ടു പിന്നാലെ VD സതീശൻ അത് എത്തി നിഷേധിക്കുകയും ചെയ്യുന്നതാണ് കണ്ടത്. കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിൽ എത്തിയതോടെ ഇടതുമുന്നണിക്കുണ്ടായ വലിയ നേട്ടങ്ങളും ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ലേഖനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് കോട്ടയത്തു നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറുപടി പറയുന്നതും ശ്രദ്ധേയമാണ്. ഈ ലേഖനത്തെയോ ജോസിന്റെ UDFിലേക്കുള്ള മടങ്ങിവരവിനെ ഒന്നും തിരുവഞ്ചൂർ തള്ളിക്കളയുന്നില്ല. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിയട്ടെ, അതിനുശേഷം കാര്യങ്ങൾ വിലയിരുത്താം. ആത്മാഭിമാനം എവിടെയാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിലയിരുത്താം എന്നാണ് തിരുവഞ്ചൂർ പറയുന്നത്. അതായത് ഫലത്തിൽ UDFിന് ഒരു നേട്ടമുണ്ടാകുകയും കേരള കോൺഗ്രസ് എമ്മിന് തിരിച്ചടി ഉണ്ടാകുകയും ചെയ്യും. ആ ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എം UDFിലേക്കുള്ള ഒരു മടങ്ങി വരവിന് കളം ഒരുങ്ങും എന്നാണ് അവരുടെ വിലയിരുത്തൽ. എന്തായാലും ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ LDFിനൊപ്പം എന്ന അതിശക്തമായ നിലപാടിൽ തന്നെ തുടരുകയാണ്. പക്ഷേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പല രാഷ്ട്രീയ നീക്കങ്ങളും ഈ പാർട്ടികളുമായി കോൺഗ്രസിനുണ്ടാകും എന്ന് തന്നെ കരുതേണ്ടി വരും. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട് തുടരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ചർച്ചാ വിഷയം. സമസ്തയിലെ ഒരു വിഭാഗം സ്വീകരിച്ച നിലപാടും ചർച്ച ചെയ്യും. സമസ്തയിലെ ഒരു വിഭാഗം ലീഗ് നേതാക്കൾക്കെതിരെ പ്രവർത്തിച്ചു എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അല്ല, നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ജില്ലാ കമ്മിറ്റികളൊക്കെ കൂടി, അതിന് ശേഷം ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി കൂടുകയാണ്. അപ്പോൾ ജില്ലാ കമ്മിറ്റികളിൽ നിന്നൊക്കെയുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾ ഇന്ന് നടക്കും. അതിനുശേഷം തീരുമാനം അറിയിക്കണം. അല്ല, ഇപ്പോൾ ഞങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റി ശരിയാണല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഡൽഹിയിലാണ് പ്രചാരണത്തിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി പ്രചാരണം നയിക്കുമ്പോൾ അമേഠിയിൽ അമിത്ഷായുടെ റാലിയും പ്രവർത്തകർക്ക് ആവേശം ഏകും.
നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാവില്ലെന്ന് രാഹുൽ ഗാന്ധി ന്യൂസ് 18നോട്. NDAക്ക് 200 സീറ്റിൽ കൂടുതൽ ലഭിക്കില്ല. ഇന്ത്യ മുന്നണിക്ക് പല പ്രധാനമന്ത്രിമാർ ഉണ്ടാവില്ലെന്നും പ്രധാനമന്ത്രിയെ ഇന്ത്യ മുന്നണി യോജിച്ച് തീരുമാനിക്കും എന്നും രാഹുൽ ഗാന്ധി ന്യൂസ് 18നോട് പറഞ്ഞു. कांग्रेस नेता राहुल गांधी हमारे साथ हैं. राहुल गांधी जी, अमित शाह 4 राउंड के बाद ही कह रहे हैं 272 का आंकड़ा तो पार हो गया. प्रधानमंत्री कह रहे हैं 400 में कोई दिक्कत नहीं है. आप इतना घूम रहे हैं, आपको क्या लग रहा है, संख्या क्या है? सबसे पहले 2 चीज़ें हैं. एक, मुझे नहीं लग रहा है कि उनको 180-200 से ज़्यादा मिलेगी. नरेंद्र मोदी जी प्रधानमंत्री नहीं होंगे, ये तो आप लिख के ले लीजिए मुझसे. मगर मेन जो मुद्दा है चुनाव का, ये जो इन्होंने कॉन्स्टिट्यूशन पर अटैक किया, जो इनके नेता कह रहे हैं, ओपनली कह रहे हैं कि हम कॉन्स्टिट्यूशन को बदल देंगे, फेंक देंगे. रिजर्वेशन पे जो अटैक किया, बेरोजगारी, जो करोड़ों युवाओं को इन्होंने बेरोजगार किया. बहुत अच्छा चुनाव होगा हमारा, इंडिया की सरकार बनेगी. राहुल जी, एक सवाल बड़ा, आप कितने सालों से मैं पूछ रहा हूँ आपसे, आप एक मैनिफेस्टो लाए, इस चुनाव में सबसे ज्यादा चर्चा उसी मैनिफेस्टो की हो रही है, लेकिन मैनिफेस्टो इम्प्लीमेंट कौन करता है? वो करता है जो प्रधानमंत्री होता है. तो आपने जब मैनिफेस्टो बनाया है तो इम्प्लीमेंट तो आप ही करेंगे ना? देखिए मैनिफेस्टो बड़ी इंटरेस्टिंग बात है. मैनिफेस्टो में 2-3 बड़ी इश्यूज थी. ठीक है, महालक्ष्मी, पहली नौकरी पक्की, किसानों का कर्जा, और वो बड़ी इंटरेस्टिंग बात मैं आपको बताऊं, वो एक्चुअली भारत जोड़ो यात्रा में से आई है. वो मेरी सोच नहीं है. भारत जोड़ो यात्रा पहली वाली है, भारत जोड़ो न्याय यात्रा में से ये पूरा का पूरा थीम हिंदुस्तान के जनता ने मुझे बताया, हमें बताया. जो जैसे हमने जो महालक्ष्मी योजना की है, महिलाओं ने हमें बताया कि अगर आप पैसा महिलाओं को दोगे तो उसका बिल्कुल अलग मतलब होगा. तो ये आइडियाज़ हमने जनता से लिए हैं. तो मैनिफेस्टो हमारा नहीं है, जनता का है. नहीं, लेकिन इम्प्लीमेंट आप करेंगे ना? अब वो तो देखिए, इंडिया गठबंधन में डिसीजन लिया गया है. जब हम जीतेंगे, इंडिया गठबंधन डिसाइड करेगा कौन प्रधानमंत्री. वो कह रहे हैं कि हर बार 1-1 साल पे चेंज करने के प्रधानमंत्री. वो तो ऐसे नहीं होगा, मगर इंडिया गठबंधन डिसाइड करेगा. एक सवाल ये भी जरा बताइए राहुल जी, एक सवाल हो गया. अच्छा, ठीक है. तो ये കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ ജയിൽ ചാടി. വിയ്യൂർ അതിസുരക്ഷാ ജയിൽ പരിസരത്ത് നിന്നാണ് ഇയാൾ ഇന്നലെ രാത്രിയിൽ രക്ഷപ്പെട്ടത്. നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് തമിഴ്നാട് സ്വദേശിയായ ബാലമുരുകൻ. ഇയാൾ തൃശ്ശൂരിലെ വിയൂർ ഹൈടെക് ജയിൽ പരിസരത്ത് നിന്നാണ് ഇയാൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ബാലമുരുകൻ നിരവധിയായ കുറ്റകൃത്യങ്ങളിൽ പ്രതിയാണ്, കുറ്റവാളിയാണ്. ഇയാളെ തമിഴ്നാട്ടിലും ഇയാൾക്കെതിരെ കേസുണ്ട്. തമിഴ്നാട് സ്വദേശിയാണ് ഇയാൾ. തമിഴ്നാട്ടിലും കേരളത്തിലും ഇയാൾക്കെതിരെ നിരവധിയായ കേസുകൾ നിലവിലുണ്ട്. ഇയാളെ കഴിഞ്ഞ ദിവസം ഒരു കേസിന്റെ അന്വേഷണത്തിനായി കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി തമിഴ്നാട് പോലീസാണ് ഇയാളെ പെരിയ കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി തമിഴ്നാട് പോലീസായിരുന്നു ജയിലിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങിയത്. അതിനുശേഷം തിരിച്ച് ഇവിടേക്ക് കേരളത്തിലേക്ക് വിയ്യൂരിലേക്ക് ജയിലിലേക്ക് കൊണ്ടുവരുമ്പോഴായിരുന്നു ആ ജയിൽ പരിസരത്ത് നിന്ന് ജയിലിലേക്ക് കൊണ്ടുവരുമ്പോഴുള്ള ജയിലിലേക്ക് കയറ്റുമ്പോഴുള്ള ആ സമയത്താണ് അതിൽ നിന്ന് പോലീസുകാരുടെ കണ്ണുവെട്ടിച്ചുകൊണ്ട് തമിഴ്നാട് പോലീസിനായിരുന്നു അതിന്റെ ഉത്തരവാദിത്വം തിരിച്ച് ജയിലിലേപ്പിക്കുക എന്നുള്ളത്. അവരുടെ കണ്ണുവെട്ടിച്ചാണ് ഇയാൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കേരള പോലീസ് അടക്കം വലിയ രീതിയിൽ തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. നിരവധിയായ ക്രിമിനൽ കേസുകളിലടക്കം പ്രതിയായ ഇയാൾ അടുത്തിടെയാണ് കേരളത്തിൽ പിടിയിലാകുന്നത്. അതിനുശേഷം ഇയാൾ വിയൂർ അതിസുരക്ഷയുള്ള വിയൂർ ജയിലിലായിരുന്നു. പിന്നീട് കേസിന്റെ അന്വേഷണത്തിന് വേണ്ടിയായിരുന്നു ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകും തിരിച്ചു വരികയും അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ ചെയ്ത സംഭവത്തിൽ കുട്ടിയുടെ നാവിലെ പ്രശ്നം ഉണ്ടായിരുന്നുവെന്ന് സൂപ്രണ്ടിന്റെ റിപ്പോർട്ട്. ഡോക്ടർക്കെതിരെ കൂടുതൽ നടപടി വേണ്ട എന്ന നിലപാടിലാണ് സർക്കാർ. സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്ന് സൂപ്രണ്ടിനോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 4 വയസ്സുകാരിയെ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തിയതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും ഡോക്ടറെ വെള്ളപൂശുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് സൂപ്രണ്ട് തയ്യാറാക്കിയിരിക്കുന്നത്. നേരത്തെ ഡോക്ടർ നൽകിയ മാപ്പപേക്ഷയിൽ
തനിക്ക് പൂർണ്ണമായി ഇക്കാര്യത്തിൽ തെറ്റുപറ്റിയെന്നും ഇത്തരമൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പായി അതിൻ്റെ കൃത്യമായ ആശയവിനിമയം കുടുംബവുമായി നടത്തിയില്ല എന്നും ഡോക്ടർ വ്യക്തമാക്കിയിരുന്നു. അന്ന് അദ്ദേഹം അവകാശപ്പെട്ട ഒരു കാര്യവും കുട്ടിക്ക് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. അതായത് നാക്കിന് കീഴിലുള്ള ഒരു കെട്ടുണ്ട്. അത് ഭാവിയിൽ ഈ സംസാര വൈകല്യം അടക്കമുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതുകൊണ്ട് താൻ അക്കാര്യത്തിൽ ആദ്യം ശസ്ത്രക്രിയ നടത്തി എന്നതാണ്. പക്ഷേ കുടുംബം പൂർണ്ണമായി ഈ അവകാശവാദം തള്ളിയിരുന്നു. കാരണം കുട്ടിയുടെ സംസാരത്തിന് യാതൊരു പ്രശ്നവുമില്ല. നാക്കിനടിയിലെ കെട്ട് ഒരു സമയത്തും ദൃശ്യമായിരുന്നില്ല. അങ്ങനൊരു പ്രശ്നമുണ്ടായതായി തങ്ങൾക്ക് അറിയില്ല എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇത്തരം അവകാശവാദമായി നേരത്തെ തന്നെ ഡോക്ടർ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ആദ്യം ആശുപത്രി അധികൃതർക്ക് പരാതി നൽകിയ കുടുംബം പിന്നീട് പോലീസിൽ ഇത് പരാതിയായി നൽകിയത്. മറ്റൊരു കുട്ടിക്കും ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാവരുതെന്ന ആവശ്യമാണ് അന്ന് കുടുംബം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. എന്തായാലും കുട്ടിയുടെ അമ്മയടക്കം 4 പേരിൽ നിന്നും പോലീസ് കേസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുത്തിരുന്നു. ഒപ്പം ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഈ ചികിത്സാ വീഴ്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്ന് അവർ അറിയിച്ചിരുന്നു. കാരണം മെഡിക്കൽ കോളേജിലാണ് ഈ ഗുരുതരമായ വീഴ്ച നടന്നിരിക്കുന്നത്. അതുകൊണ്ട് പുറത്തുനിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന സംഘത്തിൻ്റെ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച ശേഷം ആ ബോർഡ് ഈ കുട്ടിയുടെ പ്രശ്നങ്ങൾ, കുട്ടിക്ക് നേരത്തെ വൈകല്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഇത്തരം സർജറി ചെയ്തതുകൊണ്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമോ എന്നീ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്തായാലും അത് പ്രകാരം അധികം വൈകാതെ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണ വിധേയമായി ഡോക്ടർ ജോൺ ജോസഫിനെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും അറിയിച്ചിരുന്നു. ബാലാവകാശ കമ്മീഷനും ആരോഗ്യമന്ത്രിയും അടക്കം വിശദമായ റിപ്പോർട്ട് നൽകുന്നതിനും ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും നിലവിൽ ഈ ഡോക്ടർക്കെതിരെ കാര്യമായ നടപടികൾ വേണ്ട എന്ന രീതിയിലേക്കാണ് സൂപ്രണ്ടേതടക്കം റിപ്പോർട്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉന്നയിക്കാനും നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനുമാണ് കുട്ടിയുടെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിന് എതിരായ സമരത്തിൽ വാഹനവകുപ്പ് ഉദ്യോഗസ്ഥനെ കുറ്റപ്പെടുത്തി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സമരക്കാരെ കുത്തി ഇളക്കി വിട്ടത് വാഹനവകുപ്പ് ഉദ്യോഗസ്ഥനാണ്. ഒരു ഉദ്യോഗസ്ഥൻ ഒരു ദിവസം കൊണ്ട് 126 ലൈസൻസും ഫിറ്റ്നസ് ടെസ്റ്റും ചെയ്തു. ഇത് വകുപ്പിന് തന്നെ നാണക്കേടാണ്. സമരം ചെയ്ത സ്കൂളുകളോടൊപ്പം നിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. എവിടെയാണോ കൂടുതൽ ലൈസൻസിൽ ആളുകളെ വിജയിപ്പിച്ചു കൊടുക്കുന്നത് അവിടെ സ്ക്വാഡ് പരിശോധിക്കും. ഒരേ സമയം ഒരു ഉദ്യോഗസ്ഥൻ ലൈസൻസ് കൊടുക്കുന്നു, 126 ലൈസൻസ് കൊടുക്കും. ആ അത്ഭുത പ്രതിഭാസം നടത്തിയ ആളിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും. കാരണം അത് ഡിപ്പാർട്ട്മെന്റിന് നാണക്കേടാണ്, രാജ്യത്തിനും അപകടമാണ്, അത് അഴിമതിയുമാണ്. കൊല്ലത്തടക്കം ഈ സമരത്തിന് കൂടെ നിന്നുകൊണ്ട് ഈ സാധാരണക്കാരായ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ഇളക്കി വിട്ടതിൻ്റെ പുറകിൽ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് അവരെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റ് അനുസരിച്ച് വരും ഓരോ സമ്മാനങ്ങൾ. ഇതൊക്കെ വെറുതെ തെറ്റിദ്ധാരണ, ജനങ്ങളെ കബളിപ്പിക്കാൻ ചില തെറ്റിദ്ധാരണ, മൂടുപടം സൃഷ്ടിക്കുക. 10 ലക്ഷം പേരുടെ ലൈസൻസ് കെട്ടിക്കിടക്കുന്നു. പത്തനംതിട്ട നിരണത്ത് പക്ഷിപ്പനി ബാധ സ്ഥിരീകരിച്ച പ്രദേശത്തെ താറാവുകളെ കൊന്നൊടുക്കുകയാണ്. കുര്യൻ മത്തായി, മനോജ് എബ്രഹാം എന്നിവരുടെ താറാവുകളെയാണ് കൊന്നൊടുക്കുന്നത്. 2 കർഷകർക്കുമായി 10,000-ലധികം താറാവുകളാണ് ഉണ്ടായിരുന്നത്. തൃശൂർ അതിരപ്പള്ളിയിൽ വാഹനങ്ങൾ തടഞ്ഞ് കാട്ടാന. വൈറ്റിലപ്പാറ ചിക്ലായി പെട്രോൾ പമ്പിന് സമീപം ആണ് കാട്ടുകൊമ്പൻ വഴി തടഞ്ഞത്. കാട്ടാന റോഡിൽ നിലയുറപ്പിച്ചതോടെ അതിരപ്പള്ളി ചാലക്കുടി റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് കൊമ്പൻ കാട് കയറി. കോട്ടയം കോരുത്തോട് വാഹനമിടിച്ച് വയോധിക മരിച്ച സംഭവത്തിൽ നിർത്താതെ പോയ കാർ 5 മാസത്തിന് ശേഷം കണ്ടെത്തി. ഹൈദരാബാദിൽ നിന്നും മുണ്ടക്കയം പോലീസ് ആണ് എർട്ടിഗ കാർ പിടികൂടിയത്. വാഹനം ഓടിച്ച ദിനേശ് റെഡ്ഡിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ഡിസംബർ 15-ന് കോരുത്തോട് പനക്കച്ചിറയിൽ ഉണ്ടായ അപകടത്തിലാണ് 88 വയസ്സുള്ള തങ്കമ്മ മരിച്ചത്. കഴിഞ്ഞ ഡിസംബർ 15-നാണ് തങ്കമ്മ ശബരിമല തീർത്ഥാടകരുടെ വാഹനം ഇടിച്ച് മരിക്കുന്നത്. പനക്കച്ചിറ, അതായത് എരുമേലിക്ക് സമീപം കോരുത്തോട് പനക്കച്ചിറയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ 88 വയസ്സുകാരിയായ തങ്കമ്മ മരിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് ഈ വാഹനം കണ്ടെത്താനുള്ള പല ശ്രമങ്ങളും നടത്തി. വിവിധ CCTV അടക്കമുള്ള പരിശോധനകൾ നടത്തിയ ശേഷമാണ് ഇങ്ങനൊരു എർട്ടിഗ കാറാണ് അപകടമുണ്ടാക്കി കടന്നു കളഞ്ഞത് എന്ന് തിരിച്ചറിഞ്ഞത്.
വിളിച്ചറിയുകയായിരുന്നു. പിന്നീട് ഈ വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് ഹൈദരാബാദിൽ നിന്നുള്ള സംഘം സഞ്ചരിച്ച വാഹനമാണ് ഇടിച്ചത് എന്ന് തിരിച്ചറിഞ്ഞത്. തുടർന്ന് ഈ പോലീസ് മുണ്ടക്കയം പോലീസ് ഹൈദരാബാദിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ഈ വാഹനം ഓടിച്ചിരുന്ന ദിനേശ് റെഡ്ഡി എന്ന ആളെയും കണ്ടെത്തുകയായിരുന്നു. എന്തായാലും ദിനേശ് റെഡ്ഡിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരുപാട് വാഹനങ്ങൾ, ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ ആ സമയം പോകുന്ന ഒരു സീസൺ കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടേറിയ ഒരു അന്വേഷണം തന്നെയായിരുന്നു നടന്നത്. എന്തായാലും ഈ അന്വേഷണത്തിനൊടുവിലാണ് 5 മാസത്തിനൊടുവിൽ ഈ കേസിലെ വാഹനം കണ്ടെത്തുകയും പ്രതിയായ ദിനേശ് റെഡ്ഡിയെ മുണ്ടക്കയം പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ഭാരതപ്പുഴയിൽ കാണാതായ 16-കാരന്റെ മൃതദേഹം കണ്ടെത്തി. തൃശൂർ ചെറുതുരുത്തി സ്വദേശി ആര്യൻ ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് ആര്യൻ സഹോദരനും സുഹൃത്തുക്കൾക്കും ഒപ്പം കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. കാണാതായ എർലിക്കടവിൽ നിന്നും 200 മീറ്റർ മാറിയാണ് മൃതദേഹം കണ്ടെത്തിയത്. കോഴിക്കോട് മുക്കത്ത് വാഹനാപകടത്തിൽ ഒരു മരണം. എരഞ്ഞിമാവ് സ്വദേശി ഫഹദ് സമാനാണ് മരിച്ചത്. ബസിന് പിറകിൽ കാർ ഇടിക്കുകയായിരുന്നു. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മാങ്ങാപ്പൊയിലാണ് അപകടം ഉണ്ടായത്. യുദ്ധക്കെടുതിയിൽ വലയുന്ന ഗാസയ്ക്ക് ആശ്വാസമായി UN ഏജൻസികൾ മരുന്നും ഭക്ഷണവും വിതരണം ചെയ്യുകയാണ്. ഒരാഴ്ചക്കിടെ 6 ലക്ഷത്തിലധികം പേർ പലായനം ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ഇതിനിടെ ഇസ്രായേൽ ടാങ്കിൽ നിന്നും അബദ്ധത്തിൽ വെടിയേറ്റ് 5 ഇസ്രായേൽ സൈനികർ മരിച്ചു. ശക്തമായ ആക്രമണം നടക്കുന്ന റഫേൽ മെയ് 11 മുതൽ യുഎന്നിന്റെ ഭക്ഷണ വിതരണം തടസ്സപ്പെട്ടിരുന്നു. തുടർന്ന് സുരക്ഷ മുൻനിർത്തി UN ഏജൻസിയായ വേൾഡ് ഫുഡ് പ്രോഗ്രാം ഭക്ഷണ വിതരണം നിർത്തുന്നതായി അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഖാൻ യൂനിസ്, ദൈർ അൽ ബലാഹ് എന്നിവിടങ്ങളിൽ പരിമിത തോതിൽ ഭക്ഷണം എത്തിക്കുന്നുമുണ്ടായിരുന്നു. എന്നാൽ റഫ ഈജിപ്ത് അതിർത്തി ഇസ്രായേൽ സൈന്യം അടച്ചത് കാരണം ഭക്ഷണത്തിന്റെയും ഇന്ധനത്തിന്റെയും ക്ഷാമം അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് US സഹായഹസ്തം നീട്ടിയിരിക്കുന്നത്. ഗസയിലേക്ക് 170 മെട്രിക് ടൺ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചുവെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിക്കുകയായിരുന്നു. US നിർമ്മിച്ച താൽക്കാലിക തുറമുഖത്തിലൂടെയാണ് ഈ വിതരണം നടക്കുന്നത്. ഭക്ഷ്യ വിതരണത്തിനൊപ്പം മറ്റ് സഹായങ്ങളും ഇതുവഴി നടക്കുന്നുണ്ട്. ഇനി മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ $32 കോടി ചെലവിട്ടാണ് ഈ താൽക്കാലിക തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത്. ഇതുവഴി വിവിധ രാജ്യങ്ങളുടെ ഏകോപനത്തിൽ സഹായ വിതരണത്തിന് ശ്രമവും നടക്കുന്നുണ്ട്. എന്തായാലും 33,000 പേർക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളും ഭക്ഷ്യവസ്തുക്കളുമാണ് എത്തിച്ചതെന്ന് ജോ ബൈഡൻ അറിയിച്ചിട്ടുണ്ട്. US എയ്ഡുമായി ചേർന്ന് 170 മെട്രിക് ടൺ ഭക്ഷ്യവസ്തുക്കളാണ് ഗസയിൽ എത്തിച്ചിരിക്കുന്നത്. പോഷക സമ്പുഷ്ടമായ ഫുഡ് ബാറുകൾ, റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ഗസയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് കുട്ടികൾ ഉൾപ്പെടെയുള്ള 11,000 പേർക്ക് ഉപയോഗിക്കാവുന്ന ഭക്ഷ്യവസ്തുക്കളാണ് എത്തിച്ചിരിക്കുന്നത്. 33,000 പേർക്ക് വേണ്ട സൗകര്യങ്ങൾ ഗസയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് എക്സിലൂടെയാണ് ജോ ബൈഡൻ അറിയിച്ചത്. ഇസ്രായേലുമായി ചേർന്ന് കരമാർഗം ബാക്കി സഹായങ്ങൾ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്നും ജോ ബൈഡൻ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ഗസയിൽ ബുധനാഴ്ച രാത്രി മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അബദ്ധത്തിൽ പരസ്പരം വെടിയുതിർത്ത് ഇസ്രായേൽ സൈനികർ മരിച്ചതായാണ് റിപ്പോർട്ട് വരുന്നത്. വടക്കൻ ഗസയിലെ ജബലിയിലാണ് സംഭവം നടന്നത്. ഇസ്രായേൽ സേന അബദ്ധത്തിൽ സ്വന്തം സൈനികരെയാണ് വധിച്ചിരിക്കുന്നത്. ഈ വെടിവയ്പിൽ മറ്റ് 7 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. അസോസിയേഷൻ ഓഫ് സർട്ടിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻസി പരീക്ഷയിൽ വിജയത്തിളക്കവുമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. ഈ വർഷത്തെ മാർച്ച് സെക്ഷനിലെ 3,753 വിദ്യാർത്ഥികളെയും 2023 ഡിസംബറിലെ 2,613 വിദ്യാർത്ഥികളുടെയും ACCA എന്ന സ്വപ്ന നേട്ടമാണ് ലക്ഷ്യ സാക്ഷാത്കരിച്ചത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫഷണൽ ഉദ്യമങ്ങളിൽ മികവ് പുലർത്തുന്നതിനാവശ്യമായ വൈദഗ്ധ്യവും അറിവും നൽകുകയാണ് ലക്ഷ്യ. ആഗോള ബിസിനസ് രംഗത്ത് മികച്ച പ്രൊഫഷണലുകളെയാണ് ഇതിലൂടെ സംഭാവന ചെയ്യുന്നത്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം ഗ്രാമിന് 6,820 രൂപ, പവന് 54,560 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5,700 രൂപ, പവന് 45,600 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ, കിലോഗ്രാമിന് 96,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.